ஹாய் கைஸ், வெல்கம் பேக். நான் ஒரு கதை சொல்லட்டுவா. கொஞ்ச நாளுக்கு முன்னாடி സായിപ്പിന്റെ നാട്ടിൽ നിന്ന് അങ്ങ് ദൂരെ കാനഡയിൽ നിന്ന് ഇങ്ങ് കേരള മണ്ണിലോട്ട് ഒരു പൊമ്പളെ കാല് കുത്തിയത്. അന്ത പൊമ്പളയുടെ പേരാണ് തൻവി. ആ തൻവി അന്ന് വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിരുന്ന സുഹൃത്തുക്കളെ, തൻ്റെ തൈക്കളവിയെ തൻ്റെ അമ്മൂമ്മേനെ നോക്കാനെ കൊണ്ട് ഇവിടെ ആരുമില്ല എന്ന്. അങ്ങനെ അന്ന് പുള്ളിക്കാരെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാ വിരലുകളും ചൂണ്ടിയത് കെ ഫാമിലിയിലോട്ടും സിന്ധു, കൃഷ്ണ, ഹാന കൃഷ്ണ ഇവരാരും ആ ഒരു അമ്മൂമ്മേനെ നോക്കുന്നില്ലേ, തിരിഞ്ഞു നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മഹാന കൃഷ്ണയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു രണ്ടുപേരുടെ ഭാഗത്തും അവരുടേതായിട്ടുള്ള ശരികളും അവരുടേതായിട്ടുള്ള തെറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ അഹാന കൃഷ്ണ അതിനുശേഷമാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷം അതെടുത്തങ്ങ് മുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനമാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി നമ്മൾ സുലാനാക്കിയിട്ടുണ്ട്, വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരിപാടികൾ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മുഖ്യ പോസ്റ്റ് നമുക്ക് കിട്ടിയ നമ്മളത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തുവാ പറഞ്ഞത്, അന്ന് തൻവി ചെറിയ പ്രായത്തിൽ പോലും ആ കൊച്ച് ഇങ്ങനെ എന്തുവാ മറ്റേ വീട് കുറെ വലിയ ബെഡ്റൂം ആ കൊച്ചിനുണ്ടായിരുന്നു. നമുക്കതൊന്നും ഇല്ല, വലിയ ബെഡ്റൂം ഒക്കെ ഉണ്ട്. അവൾ അങ്ങനെയാണ്. 1 കിലോ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അമ്മൂമ്മ തലതിരിഞ്ഞ് പറയുന്ന ടീമാണ്, ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ മലക്കം പറയുന്ന ടീംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. കൊടുത്തതിനൊക്കെ കണക്കൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഹാന കൃഷ്ണ ഒരു പോസ്റ്റിനകത്തോടെ. എന്താണെങ്കിലും അത് മുക്കിയിട്ട് പുള്ളിക്കാരി ഇത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടെ വീണ്ടും സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും ഒന്നും മിണ്ടാതിരുന്ന സിന്ധു കൃഷ്ണ, അതായത് ആ തൻവി എന്ന് പറയുന്ന ആളുടെ അമ്മുമ്മയായിട്ടുള്ള അമ്മുമ്മയുടെ മകൾ. അപ്പം സിന്ധു കൃഷ്ണ മറ്റൊരു ലേഡികളുണ്ടല്ലോ, ചിന്നമ്മ അവരുടെ, അതായത് ഈ തൻവിയുടെ അമ്മ. അപ്പം അതിലെ ഒരു മകളായിട്ടുള്ള സിന്ധു കൃഷ്ണ, പുള്ളിക്കാരിയുടെ റിപ്ലൈ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റീസെൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ബ്ലോഗിനകത്താണ് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരി ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സിന്ധു കൃഷ്ണ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. 2 റിംഗ് ലൈറ്റ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ അതിന് ഇത്തിരി ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കണ്ണിലോട്ട് ദണ്ട് ഇവിടെ ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. സോ ഇച്ചിരി കണ്ണിന് ഇത് ഇത്തിരി വിഷയമാണ്. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ദാണ്ട് ഈ സാധനം ഒന്ന് ഇങ്ങോട്ട് വെക്കുകയാണ്. ഇതെന്തിനാണ് എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ചില ആൾക്കാർ പറയുവേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷനെ എന്താണെങ്കിലും. സിന്ധു കൃഷ്ണ നിങ്ങൾ പറയും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ what I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ആയിരിക്കത്തില്ലല്ലോ, അതുപോലത്തെ കാര്യങ്ങളാണല്ലോ സംഭവിച്ചത്. ഒരിക്കലും things like that shouldn't have happened at the first place. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മൾ അറിയാവുന്ന എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള, ഇത് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാവുന്ന പീപ്പിൾ റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ ക്യാഷ്. സോ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ് ഓർ വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ, നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth, and that's what matters to us, you know. നമ്മൾ അറിയാന്നുള്ളവർ they should be knowing the truth, and when the truth is very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think, because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deal. അതെ, our peace of mind. ഈ പീസിൻ്റെ കാര്യം നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ഓക്കെ, ഇവർക്ക് എപ്പോഴും പീസാണല്ലോ അവർക്ക് വേണ്ടത്. ഓക്കെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നതല്ലേ? നിങ്ങളെല്ലാവരും സുല്ലിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലേ? പിന്നെന്തുവാ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ പ്രൂഫ്സും ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട്, ഞങ്ങളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയതല്ലേ? ഇത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുന്ന സുഹൃത്തുക്കളെ, സംഭവം ഇറുക്ക്. നമുക്ക് അടുത്ത കേൾക്കാം. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസ് അങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ അല്ല. ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്, ദിയാകൃഷ്ണയാണെങ്കിലും അഹാനയാണെങ്കിലും ചെയ്തു കൊടുത്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്ന ഒരു സ്വഭാവം. അതായത് നമ്മളൊരു സഹായം ആർക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും വിളിച്ചു പറയുന്നൊരു സ്വഭാവം അവർക്കുള്ളതാണ്.
അത് എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പം അച്ഛമ്മമാരെ നോക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒരാൾക്ക് ഒരു കാര്യം ചെയ്തതൊക്കെ പറയുന്നൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇത് കഴിഞ്ഞൊരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ഇത് എടുത്തെടുത്തെടുത്ത് പിന്നെയും പറഞ്ഞിട്ട് അത് ആലോചിക്കണം. ഇത് നോർമലി പുള്ളിക്കാരി പറയുകയാണെങ്കിൽ ഉള്ള പിന്നെ വലിയ വിഷയ കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനൊരു വിഷയങ്ങളുടെ പുറത്ത് പുള്ളിക്കാരി ഇത് പറയുമ്പോൾ കണക്ക് പറയുന്ന പോലത്തെ ഒരു സാധനം തന്നെ അല്ലേ. അതും പബ്ലിക്കിൽ വന്നിട്ട് ഇതാ കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോ എന്തൊക്കെയാണ് സിന്ധു കൃഷ്ണ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ചെയ്തു കൊടുത്തത്. നമുക്കത് എഴുതിയെടുക്കാം സുഹൃത്തുക്കളെ. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത് ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയ 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെന്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചിലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദറ്റ് നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി എന്നെ എന്താണ് മൈ ഫാദർ ഹാഡ് ഗിവൺ മി എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്കെപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഐ വാസ് തിങ്കിങ് അപ്പ എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചിലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡിഡ് ഹാവ് ടു കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബിൽ നിന്ന്. ഞാൻ സംഭവം പുള്ളിക്കാരി കുറച്ചുകൂടെ നൈസ് വേയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തൻ്റെ പേരൻസിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ എന്നുള്ള സീന് കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇവിടെ അന്ന് തൻവി തന്നെ ലാസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്തേക്ക് ഇവരെ ഇന്റൻഷനലി ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു, അങ്ങനെ എടുത്തു. അതിനുശേഷമാണ് തൻവി ഇതുപോലെ ആ ഒരു അമ്മൂമ്മേനെ ഇതിനകത്തോട്ട് വലിച്ചിട്ടിട്ട് ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അന്ന് ഇവർക്കൊരു ഫോൺ കോളിൽ വിളിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് പബ്ലിക്കിലോട്ട് ഇട്ടിട്ട് ഇവർ പിന്നീട് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞാൻ എൻ്റെ പേരൻസിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തേക്കാണ്. ഇത് കാണുന്ന ആൾക്കാരെന്താ, അപ്പൊ അന്ന് തൻവി പറഞ്ഞത് ആരും നോക്കണില്ല, അപ്പൊ അമ്മുമ്മ പറഞ്ഞ പോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ് അത്. അപ്പോഴും നിങ്ങൾ ഇവിടെ എന്താണ് മുക്കിക്കളയാൻ നോക്കുന്നത്? അഹാന കൃഷ്ണ തല്ലാൻ പോയതും മറ്റേതും മറിച്ചതും ഒക്കെ വിളിച്ചു പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇത് അവസാനത്തിനോട്ട് നിങ്ങൾ കേൾക്കണം. കുറച്ച് ഫൺ സാധനങ്ങൾ പുള്ളിക്കാരി ഇത് ഏറ്റവും അവസാനം അടിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി കേൾക്കാം. മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ആഫ്റ്റർ ഇഷാനി വാസ് ബോൺ. ബട്ട് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ അവരെയൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. എനിക്ക് അവർക്ക് അവിടെ കാണാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു 5000 രൂപ പോലും ഞാൻ എടുത്താൽ ഇതാ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് അതൊന്നും ഐ വാസ് ഇൻ ഏർണിംഗ് ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയൊന്നുള്ളൊരു വിസ്ഡം എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ല. എൻ്റെ മനസ്സിൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആർ ഓൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അതെ, ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയുടെ അമ്മൂമ്മയ്ക്കും അങ്ങനെ ഒന്നും അത്ര വലിയ ചെയ്തിട്ടൊന്നും പുള്ളിക്കാരിക്ക് പറ്റിയില്ല. എന്നിട്ട് മക്കള്, പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ മക്കള് ഇറ്റ്സ് ഗ്രേറ്റ്. ഞാനേ ആ മറ്റേ ഇവരെ മുഖ്യ കമ്മ്യൂണിറ്റി പോസ്റ്റിനെ തഹാനയുടെ സംഭവം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ തഹാന പറയുന്നുണ്ട് പുള്ളിക്കാരി ഈ അമ്മൂമ്മയ്ക്ക് ഈ അഹാന കൃഷ്ണനെ ആയിരുന്നു ദ ബെസ്റ്റ് ആയിട്ട് കണ്ടിരുന്നത്. എന്തുകൊണ്ട്? അന്ന് അഹാന കൃഷ്ണ ആയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരിക്ക് പൈസ കൊടുക്കുകയും ഓരോരുത്തർ കൊണ്ടുപോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അമ്മൂമ്മയ്ക്ക് അഹാന കൃഷ്ണ നല്ലതായത്. വേറെ ആരെങ്കിലും കൂടുതൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ നല്ലതാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൊടുത്തിട്ട് അതിൻ്റെ കണക്ക് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ പുറത്ത് 1 കിലോ ആപ്പിൾ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത് നേരെ തിരുത്തി പറയും എന്നുള്ള അങ്ങനെ ഒരു വ്യക്തിയാണ് അമ്മൂമ്മ എന്നൊക്കെ ആയിരുന്നു അഹാന ആ ഒരു പോസ്റ്റിനകത്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്ത ആൾക്കാരോട് വേണമെങ്കിൽ ഇവിടെ സൈഡിലോട്ട് ഒന്നുകൂടെ കൊടുക്കാം. ഓക്കെ, അത് പറയുമ്പോഴത്തേക്കിനും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിന്ധുകൃഷ്ണ നിങ്ങളെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും നിങ്ങൾ അഹാനകൃഷ്ണ ഇവരൊക്കെ ബെറ്റർ ആണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവർക്ക് ബാക്കി കേൾക്കാം. ആൻഡ് ഓൾ ദി അതർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ദാറ്റ് ഇസ് ദേർ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജണ്ടാസ് ആൻഡ് സർട്ടൻലീസ്. ഇപ്പം ഈ ഒരു അജണ്ടയോ? എന്ത് അജണ്ട?
നിങ്ങളുടെ വിഷയങ്ങൾ തൻവി ഒരു വീഡിയോ ഇട്ടു, നിങ്ങളിലോട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടു, കമന്റ് ബോക്സുകളിലും എല്ലാം അങ്ങനെ നിങ്ങളിലോട്ട് വന്നു. പിന്നീട് നിങ്ങൾ ഇപ്പുറത്തോട്ടൊരു വീഡിയോ, അഹാന ഒരു 50 മിനിറ്റുള്ള വീഡിയോ ഇടുന്നു. അതിനുശേഷം തൻവി കുറച്ചധികം സാധനങ്ങൾ എടുത്ത് പുറത്തു വിടുന്നു. പിന്നീട് അഹാന കൃഷ്ണൻ എന്താണെന്നുള്ള സാധനങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആയി. ലാസ്റ്റ് അഹാന എടുത്തൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെയോ വിവരം ബോധമുള്ള ആരൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഇത് രണ്ടുപേരും കോംപ്രമൈസ് അടിച്ചു വിട്ടു. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ നിങ്ങൾ പറയാണ് ഇതൊരു അജണ്ടയാണ്. എന്താ അജണ്ട? കയ്യിതെല്ലാം പോയിട്ട് എല്ലാം എക്സ്പോസ്ഡ് ആയി കഴിച്ചപ്പോഴത്തേക്കിന് ഇത് അജണ്ടയാണ്. എന്ത് നിങ്ങളുടെ ഇത് അജണ്ട ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇവിടുത്തെ എന്താ കേരളത്തിലെ മന്ത്രിസഭയെ താഴെ ഇറക്കാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ നിങ്ങളുടെ ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്? ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ ദ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ എന്ന് നിങ്ങളൊക്കെ ചോദിക്കും എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ ക്യാൻ സേ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. സോ കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് things will not be all that okay, and maybe time സമയം എന്ന് പറയുന്നത് ഭയങ്കര ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലി ദർ ആർ പോസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. ആൻഡ് ഐ മൈറ്റ് ജസ്റ്റ് ബി ഓക്കെ ആൻഡ് ഈവൻ ഷീ മൈറ്റ് ബി ഓക്കെ ആൻഡ് തിങ്സ് മേ ബി ഓക്കെ ആൻഡ് ഐ ഡോണ്ട് നോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഐ ജസ്റ്റ് വി ഡോണ്ട് നോ. മനുഷ്യരുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ശരിയാണ്, ടൈം ഇതിനെല്ലാം ഹീൽ ചെയ്യും. അപ്പോഴും നിങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ അതുപോലെ കിടക്കും. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇത്രയും ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞാണ് വീണ്ടും നിങ്ങൾ ഈ സംഭവം വന്നിട്ട് കണ്ടോ ഇതിന്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ കണ്ടോ, ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇതാണ്. പിന്നെ ടൈം ഇതൊക്കെ ഹീൽ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ടൈം ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ പിന്നീട് നാളെ നിങ്ങൾ അപ്പനും മക്കളും കണ്ടോണ്ടിരിക്കുന്നവരെ നായിന്റെ മക്കളും അങ്ങനെ ഒരു സീനിലോട്ട് പറയാം. അത് മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇവിടെ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ കിടക്കും. ഇത് സോഷ്യൽ മീഡിയ ഇട്ടേക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ഇവിടെ കിടക്കും. ഞാൻ എന്നൊരു പീസ് ലവർ ആയിരുന്നു. I always wanted peace, and when I was not getting it, all we can നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് അത് മാറി നിൽക്കുക. Just keep aside, keep silent. പക്ഷെ അത് when people come and say certain things and നമ്മൾ ആ കൈ ചൂണ്ടുമ്പോൾ we have to clarify അല്ലേ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാവേ കലയും. അത് വളരെ നല്ലതാണ്. കാരണം ഒരുപാട് ദാഹിക്കും, ഇത്തിരി വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ മുൻപ് അഹാനയും ഹൻസിയും കൂടെ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരിനെ പറ്റിയിട്ട് പുള്ളിക്കാരിയുടെ പീസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു പീസ്ഫുൾ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു പോർഷൻ ഒന്ന് കാണാം. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുന്ന അമ്മയാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ എല്ലാ മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണോ? അമ്മയ്ക്ക് എന്ന് പറഞ്ഞാല് ആ സ്ട്രെസ്സിൽ അമ്മ എന്തോ സമാധാനം കണ്ടെത്താറുണ്ടെന്ന് തോന്നുന്നു. സ്ട്രെസ് ഇല്ലെങ്കിൽ ജീവിതം അമ്മയ്ക്ക് വേറെ കാം ഡൗൺ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഇങ്ങനെ എല്ലാത്തിനും സ്ട്രെസ് എടുക്കല്ലേ. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അമ്മ ഈ കെയോസിലാണ് ത്രൈവ് ചെയ്യുന്നത്. എല്ലാം ഭയങ്കര സമാധാനമായിട്ടിരുന്ന എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അതിലൊരു എന്തോ ഒരു എന്താ ഒരു ഡിസ്കംഫർട്ട് അതിൽ തോന്നുന്നു. അപ്പം ഈ സമാധാനക്കുറവ് അമ്മയുടെ ഒരു കൂടപ്പുറപ്പായി മാറിയിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയും ഭയങ്കര കാവോട്ടിക് ആയിട്ടുള്ള ഒരു അമ്മയും അഹാന കൃഷ്ണയ്ക്കുള്ളത്. സോ എന്താ അല്ലേ, എപ്പോഴും 24 മണിക്കൂറും പുള്ളിക്കാരിക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും വേണം. അങ്ങനെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഓരോന്ന് കാണിക്കും, ഇടയ്ക്ക് കയറി കയറും, താഴെ ഇറങ്ങും, വീണ്ടും കയറും, താഴെ ഇറങ്ങും, അങ്ങനെ വേണം എന്നുള്ളത്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നത് എനിക്ക് എപ്പോഴും പീസ്ഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പം നാണ്ട് വീണ്ടും അതെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴത്തേക്കിന് പീസ് വന്നപ്പോഴത്തേക്കിന് വേണ്ട, എനിക്ക് ഇനിയും പ്രശ്നങ്ങൾ വേണം, എനിക്ക് ക്യാവറ്റിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, എനിക്ക് പ്രശ്നങ്ങളാണ് ഇനി കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ സാധനങ്ങൾ വീണ്ടും എടുത്തിട്ടേക്കാണ്. ഇനി അടുത്ത കേൾക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. സോ ഇനി അങ്ങോട്ട് ഐ ബി റെഗുലർലി ഡൂയിങ് മൈ വീഡിയോസ് വിത്ത് വാട്ട് എവർ ഹാപ്പനിങ് അറൌണ്ട് മീ, ആൻഡ് ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എന്താ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ, ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ് ഏർലി മോർണിംഗ്. 6 കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച് എനിക്കറിയാമായിരുന്നു അവരൊക്കെ തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ അവർ എന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചിന്നാണ് വിളിക്കുന്നത്. നേരത്തെ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ലേഡിയാ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവണവർക്ക്, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ പണ്ട് നിന്നിട്ട് പോയ ഒരു ലേഡിയാ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ചേച്ചി ഞാൻ ഇന്ന് പോവുകയാണ്,
ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോവല്ലേ, അവരൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോവല്ലേ. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങള വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവിടെ പറയാൻ താല്പര്യമില്ല. അവർ ഞാൻ കാല് പിടിച്ചു, ഞാൻ പറഞ്ഞു അയ്യോ പോലെ അംബിക പ്ലീസ് എങ്കിലും 2 ദിവസം കൂടെ നിൽക്കി, 2 ദിവസം കൊണ്ട് അവർ ആരെങ്കിലും ഒപ്പിക്കും, പോലെ ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോവല്ലേ. അതായിരുന്നു വൺ ഓഫ് ദ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നത്. അവർ പിന്നെ പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്ത് ദെൻ ഗോട്ട് പീപ്പിൾ. സോ ലൈക്ക് ഐ വാസ് ഓൾവേസ് മോണിറ്ററിങ് എവറിത്തിങ്. സോ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഷുഡൻറ്റ് ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ആക്ച്വലി. ആണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ ഞാൻ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തതാണ്. കണക്ക് പറയുന്ന കാര്യത്തിൽ ഇവർ ഒട്ടും പിറകോട്ടല്ല സുഹൃത്തുക്കളെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മത്തം കുത്തിയ കൊമ്പളം മുളക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ശീലം ആ കൂട്ടത്തിൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിവിടെ വന്ന് പറഞ്ഞതെന്ന് പറയുന്നത് നമുക്ക് അതുകൂടെ കേൾക്കാം. ഈ ഒരു ടോപ്പിക്കിനായി ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ എന്നാലും വെൻ ഐ മൂവ് ഫോർവേഡ് ഇൻ ടു മൈ വീഡിയോസ്, നിങ്ങൾക്ക് പലർക്കും അറിയണം എന്താ സിന്ധു ഒന്നും പറയാത്ത. സിന്ധുവിന് ഇത്രയും പറയാനുള്ളൂ, ഐ വോണ്ട് പീസ് ഫോർ അസ്, ഐ വോണ്ട് പീസ് ഫോർ ദം, ഐ വോണ്ട് പീസ് ഫോർ എവറിബഡി. ഞാൻ കിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും അങ്ങനെ പറയുന്നത്. അതാണ് സിന്ധു കൃഷ്ണയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പല ആളുകൾക്കും അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് വീണ്ടും അതിലോട്ട് പോയിട്ട് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തു, ഞാൻ എല്ലാം മോണിറ്റർ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, കണ്ടോ അവർ അത്രയും ചെയ്തു കൊടുത്തിട്ട് തൻവി അവളന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ എന്നുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങളെല്ലാം കോംപ്രമൈസ് അടിച്ച് വിട്ടല്ലേ അല്ലേ. ഇനി ഇത് പറയുമ്പോഴും നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, നിങ്ങൾക്ക് നേരത്തെ പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. അന്ന് അഹാനകൃഷ്ണ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ അതിന്റെ തൊട്ട് പിന്നാമ്പറത്തുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മകൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാം കേട്ട് പുറത്തു വന്നിരുന്നിട്ട് കൈ അടിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടിരുന്നു ഇല്ലേ. അന്നത്തെ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി ഈ വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, ബിക്കോസ് എൻ്റെ കസിൻ തൻവി ഇപ്പം എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദേഴ്സ് ലൈക്ക് ഷീസ് ഗേൾ ഐവ് സീൻ ഫ്രം ദ ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമ്പയും വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ അത് പോട്ടെ, വിട്ട് കളയാം, സാരമില്ല. നാട്ടുകാർ എന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് ഇപ്പം പതിവാണ്. അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്കാർ എന്തോ പറഞ്ഞിട്ട് പോട്ടെ, അറിയേണ്ട ആൾക്കാർ അറിയേണ്ട സമയം. ഐ വാസ് ലൈക്ക് ശരി, അമ്മ അത്ര ഒരു ബുദ്ധയാണെങ്കിൽ അമ്മ മാറിയിരുന്നു, എനിക്ക് പറ്റില്ല. അതെ, അന്ന് സിന്ധു കൃഷ്ണ ഒരു ബുദ്ധയായിരുന്നു സുഹൃത്തുക്കളെ. അന്ന് മോളിൽ കൂടെ മറ്റേ വട്ടത്തിലുള്ള ലൈറ്റൊക്കെ എത്തി അങ്ങനെ ഒരു ബുദ്ധയായിരുന്നു. അങ്ങനെ ഇരുന്ന് അഹാനകൃഷ്ണ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മകളായിരുന്നു അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ, ക്യാവോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം തീർന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരിക്ക് എനിക്ക് സ്ട്രെസ് വേണം. അപ്പൊ നേരെ എടുത്തിട്ട് നിങ്ങൾക്കെല്ലാം അറിയാതെ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അതായത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു, മോണിറ്റർ ചെയ്തു, അതൊക്കെ എന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പിന്നെയും പറ്റിയടി വന്നു. എന്തുവാ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് പോകത്തില്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീ ഈസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ, ഐ എം ഓൾവേസ് വിത്ത് ഹർ ആൻഡ് വിത്ത് ഓൾ മൈ ചിൽഡ്രൻ. അതെ, എല്ലാ വീട്ടിലും ഒരമ്മു വേണം എന്നുള്ളതാണ് ഇവിടെ സിന്ധു കൃഷ്ണ പറയുന്നത്. നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ വീട്ടിലൊരു അമ്മൂനെ വേണോ? സമ്മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി വന്നിട്ട് ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കെല്ലാം ഉള്ള കണക്കുകളും പറഞ്ഞിട്ട് 1 കിലോ ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അമ്മൂമ്മ തിരുത്തി പറയും. എന്നിട്ട് മറ്റേ കൊച്ചു പിള്ളേരുടെ കൂട്ട് കൊച്ചുനാളത്തെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണ്. പണ്ട തൻവീട്ടി അന്ന് അവള് ബാംഗ്ലൂർ പഠിച്ചപ്പോഴത്തേക്കിനും അവൾക്ക് ഒറ്റയ്ക്ക് അവളുടെ ചെറിയ പ്രായത്തിലെ ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവിടുന്ന് വേണം പറഞ്ഞ് നാട്ടിൽ അങ്ങനെ വന്നവളാ ഇവള് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പ്രായത്തിലെ സാധനങ്ങളൊക്കെ എടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ അമ്മു അല്ലേ. അപ്പം ആ അമ്മുവിനെ എല്ലാ വീടുകളിലും വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു പദ്ധതി ഇറക്കണം, എല്ലാ വീടുകളിലേക്കും ഒരു അമ്മു യോജൻ പദ്ധതി പവേർഡ് ബൈ സിന്ധു കൃഷ്ണ. എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഓൾവേസ് ബി ദേ വിത്ത് ദ ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി വിട്ടുകളാ, എന്തോ ആവട്ടെ വിട്ടുകളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ്. എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അതെ, ലെറ്റ് ഇറ്റ് ഗോ. ഒന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടുത്തെ സംഭവിച്ചു. അല്ല, ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ പിന്നെ ഇത് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയില്ല. നിങ്ങളുടെ മകള് തന്നെ എന്തോ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ്
is so cheap. അത്രേ ഉള്ളൂ, അത് തന്നെയാണ്. ഇതാണ് അമ്മു യോജൻ പദ്ധതി. നമ്മൾ എല്ലാ വീടുകളിലും ഇത് നടപ്പാക്കേണ്ടത് തന്നെയാണ്. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്രയൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.